സ്വാമിജിയുടെ 70-ാം ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സമ്പന്നമായ സദസ്സിലെ മറ്റ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഔപചാരികമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കട്ടെ. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ഈശാ വിശ്വവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ ചില ശാസ്ത്ര സത്യങ്ങളുണ്ട്. ജീവികളിൽ മനുഷ്യന് മാത്രമുള്ളൊരു കഴിവാണ് ചിന്തിക്കാനുള്ള കഴിവ്. പക്ഷെ ആ കഴിവ്, ആ മംഗല മഹാശക്തി നമ്മൾ ആരും വലുതായിട്ട് വിനിയോഗിക്കുന്നില്ല എന്നുള്ളത്. ചിന്തയിലൂടെയാണ് യുദ്ധമുണ്ടാകുന്നത്, ചിന്തയിലൂടെയാണ് സമാധാനമുണ്ടാകുന്നത്, വികസനമുണ്ടാകുന്നത്. എല്ലാം ചിന്തയിലൂടെയാണ്. എല്ലാത്തിൻ്റെയും ഉറവിടം ചിന്തയാണ്. ആ ചിന്ത രണ്ട് രീതിയിലുണ്ട്. സത്ചിന്തയുണ്ട്, ദുഷ്ചിന്തയുണ്ട്. സത്ചിന്തയിലൂടെ സമൂഹത്തിനെ മുന്നോട്ട് നയിക്കണം. വ്യക്തിയും കുടുംബവും സമൂഹവും രാഷ്ട്രവും എല്ലാം മുന്നോട്ട് നയിക്കണമെന്ന സന്ദേശമാണ് രണ്ടാമത്തെ വിളംബരത്തിലൂടെ സ്വാമി ഇന്നലെ പ്രഖ്യാപിച്ചത്. മൂന്നാമത്തെ ഒരു വിളംബരം മനുഷ്യനുണ്ടായ കാലം മുതൽ ചോദിക്കുന്നതാണ്, ഈ പ്രപഞ്ചമുണ്ടായതെങ്ങനെ? നിലാവുള്ള രാത്രികളിൽ നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ കോടാനുകോടി നക്ഷത്രങ്ങൾ കണ്ട് അതിശയിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ഇത് സൃഷ്ടിച്ച ദൈവമാര് എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇന്നിതുവരെ അതിന് ഒരു യുക്തിസഹമായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്വാമിജി അതിനും ഉത്തരം കണ്ടിരിക്കുന്നു. സ്വാമിജി ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ഈ പ്രപഞ്ചമുണ്ടായത് പ്രണവമന്ത്രത്തിൽ നിന്നാണ്. കൽപ്പാന്തകാലത്തോളം അതിൻ്റെ ശബ്ദം എളിച്ചിട്ടുണ്ട്. ശബ്ദത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് സ്വാമി പഠിപ്പിക്കുന്നു. പക്ഷേ അതിന് ആ മുഴക്കത്തിൽ 3 സ്വരങ്ങൾ സ്വാമി പഠിപ്പിക്കുന്നു. ആ ഉ മ, അതാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ. അത് 3ഉം ചേരുന്നതാണ് പരാശക്തി. അതിൻ്റെ ബിന്ദുക്കളാണ് എന്നിലും നിങ്ങളിലും എല്ലാം ഉള്ളതെന്ന് പറയും. ഇത് തന്നെയാണ് ശാസ്ത്രവും പഠിപ്പിക്കുന്നത്. ബിഗ് ബാങ്ങിൽ ഒരു മഹാവിസ്ഫോടനത്തിലൂടെയാണ് ഈ പ്രപഞ്ചമുണ്ടായത്. അന്ന് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്ന 3 പൊടിപടലങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ സംയോജനത്തിലൂടെ, വിയോഗത്തിലൂടെയാണ് മാറ്റർ ഉണ്ടാകുന്നത്. മാറ്റർ തന്നെയാണ് ബ്രഹ്മം എന്ന് ഇവിടെ പറയുന്നത്. പക്ഷേ പല മതങ്ങളും പല രീതിയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ദൈവമാണെന്നാണ് ഇസ്ലാം മതവും ക്രിസ്തു മതവും പറയുന്നത്. കർമ്മമാണ് ദൈവമെന്ന് ബുദ്ധമതം പഠിപ്പിക്കുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല ഫലം കിട്ടും, ദുഷ്ഫലങ്ങൾ ചെയ്താൽ ദുഷ്ഫലം കിട്ടും. അത് തന്നെ ശാസ്ത്രം പറയുന്നു. സ്വാമി പഠിപ്പിക്കുന്ന പോലെ ആത്മീയതയും ശാസ്ത്രവും ഒന്നാണെന്ന് പറയുന്ന പോലെ ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ശാസ്ത്രത്തിൽ അത് പറയുന്നുണ്ട്. ഇവിടെ സ്വാമി അന്വേഷണത്തിന് ദൈവം ആര്, ദൈവം എന്ത് എന്നുള്ളതിന് ഉള്ള ഉത്തരം പറയുന്നത്. അതായത് ഹിന്ദുമതത്തിൽ എന്ന് പറയുന്ന വേദ ഉപനിഷത്തുകളുടെ ഇതിനകത്തും പറയുന്നുണ്ട്. ദൈവവും പ്രപഞ്ചവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലത്തെക്കുറിച്ച് ഒരു ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. അന്ന് അന്ധകാരമായിരുന്നു, ഇരുട്ടായിരുന്നു, ജനനമില്ല, മരണമില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, വെളിച്ചമില്ല. ആ ഒരു സ്ഥിതിയെ കുറിച്ച് വരെ നമ്മുടെ വേദോപനിഷത്തിൽ ഇത് പറയുന്നുണ്ട്. ആ വേദോപനിഷത്തിൻ്റെ സാരം മഹാമുനിമാർ ഒറ്റ വാക്യത്തിൽ പറഞ്ഞു, പ്രജ്ഞാനം ബ്രഹ്മ, അറിവാണ് ദൈവം എന്ന് നമ്മുടെ ഉപനിഷത്തിലൂടെ ഇത് പറഞ്ഞു. ബ്രഹ്മമാണ് ദൈവം എന്നും പുരാണത്തിൽ പറയുന്നു. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് സ്വാമിജി ദൈവത്തിനുള്ള നൽകിയിരിക്കുന്ന ഒരു നിർവചനം. കാരണം നമ്മുടെ എനർജിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിദാനം. ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് എനർജിയിലാണ്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയുന്നത്, ഞാൻ ഈ സ്ഥാപനത്തിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. ഇന്ന് സ്വാമിജിയുമായി സംസാരിച്ചപ്പോൾ കഴിഞ്ഞ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്, കുറച്ച് ദിവസം ആയി. മന്ത്രിയൊക്കെ ആയിരുന്ന സമയത്ത് ആണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പല പരിപാടികളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ, ഈ സ്ഥാപനത്തിൻ്റെയും സ്വാമിജിയുടെയും പ്രവർത്തനങ്ങൾ സമൂഹം ഇന്ന് വളരെ പ്രതീക്ഷയോടുകൂടി
നോക്കിക്കാണുന്ന ഒരു സാഹചര്യത്തിലാണ് സ്വാമിജിയുടെ ഈ ജയന്തി ആഘോഷ പരിപാടികൾ ഇവിടെ നടത്തപ്പെടുന്നു. ഇവിടെ തന്നെ അദ്ദേഹം ഇവിടെ തമ്പാൻ സാർ സൂചിപ്പിച്ചതുപോലെ സ്വാമിജിയുടെ ദർശനങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതുപോലെയുള്ള ആധ്യാത്മികമായ നേതാക്കന്മാർ, ആധ്യാത്മിക ആചാര്യന്മാർ പ്രവർത്തനങ്ങൾ ഈ ആധുനികമായ കാലഘട്ടത്തിൽ ആധ്യാത്മികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവൾ അതിലേറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈശ്വര ചിന്തകൾക്കാണ്, ആധ്യാത്മികതയ്ക്കാണ്. ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തിന് മാത്രമേ തീർച്ചയായിട്ടും നമ്മുടെ ഭൗതികമായിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് പ്രാപ്തമാകൂ എന്നുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും നമുക്കറിയാം. ഇന്ന് ആധ്യാത്മികതയ്ക്ക് കൂടുതലായിട്ടുള്ള പ്രാധാന്യം സമൂഹത്തിൽ എല്ലാവരും കൊടുക്കുന്നു, എല്ലാവരും നൽകുന്നു. അത് ഏറ്റവും നല്ല കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവിടെ സ്വാമിജി ചൂണ്ടിക്കാണിച്ചതുപോലെ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു, സമൂഹത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ട് എങ്കിൽ മാത്രമേ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയും, മനുഷ്യരാശിക്ക് തന്നെ അത് പുരോഗതി ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സംഘർഷപൂരിതമായ ഒരു അന്തരീക്ഷത്തിൽ മനുഷ്യ സമൂഹത്തിന് ഒരിക്കലും ഒരു പുരോഗതി ഉണ്ടാകില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ, ഈശ്വരചിന്തയിൽ അധിഷ്ഠിതമായ ചിന്തകളും പ്രവൃത്തികളും സമൂഹത്തിന് നന്മയുണ്ടാകുന്ന തരത്തിലേക്ക് മനുഷ്യ മനസ്സുകളെ പാകപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അപ്പോൾ ആ ആധ്യാത്മികതയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സ്വാമിജി ഇവിടെ ശാസ്ത്രത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് അറിയുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ചിന്താധാരയിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാമിജിയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മാർഗദർശനവുമില്ല ഇന്നത്തെ ഈ സമകാലീന സംഭവവികാസങ്ങൾ പരിശോധിക്കുമ്പോൾ, ഇന്നത്തെ ഈ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവവികാസങ്ങളും പരിശോധിക്കുമ്പോൾ വളരെയേറെ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. ഇന്ന് വളരെയേറെ പ്രശ്ന സങ്കീർണമാണ് സമൂഹം. പല വീടുകളിലും അന്തഃഛിദ്രം, ബന്ധുക്കൾ തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നു. എവിടെയും സംഘർഷത്തിൻ്റെയും ഏറ്റുമുട്ടലിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും ഒരു അന്തരീക്ഷം നാം കാണുന്നു. ഓരോ കുടുംബങ്ങളിലും ശാന്തിയും സമാധാനവുമില്ലാതെ അവിടെയെല്ലാം ശൈഥില്യം സംഭവിച്ച് വിവാഹമോചനവും അതുപോലെ അകൽച്ചയും സംഭവിച്ച് കുടുംബങ്ങൾ തന്നെ തകരുന്നു. പണ്ടുണ്ടായിരുന്ന ആ ഹൃദയബന്ധം നഷ്ടപ്പെടുന്നു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം ഞാനൊരിക്കൽ സ്വാമിജിയോട് ചോദിച്ചു. സ്വാമിജി പറഞ്ഞു, അവരവർക്ക് അവരവരെ അറിയില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും അജ്ഞതയിലാണ്. ഈ ബാഹ്യമായി കാണുന്ന പലതിലും ഭ്രമിച്ച് അതിലെല്ലാം ആകൃഷ്ടരായി എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് കിട്ടണം എന്നുള്ള ലാഭക്കൊതിയോടുകൂടി ജീവിതത്തിൽ മാത്സര്യമുണ്ടായി. എനിക്കെന്ത് കിട്ടും എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് ഇവിടെ ഇപ്പോൾ ഈ യോഗത്തിന് വന്നാൽ എനിക്കെന്തെങ്കിലും കിട്ടുമെങ്കിൽ ഞാൻ വരാം. അവ സ്വാർത്ഥത വർദ്ധിക്കുകയാണ്. വ്യക്തിപരമായി സ്വാർത്ഥപരമായി എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ മാത്രം വരാനും പങ്കെടുക്കാനും സാധിക്കുന്നിടത്തോളം പരിമിതവും സങ്കുചിതവും നിക്ഷിപ്തവുമായിരിക്കുന്നു മനുഷ്യ മനസ്സുകൾ. അവിടെ നിന്നും വിശാലമായ
ഒരു ചക്രവാളത്തെ കാട്ടിക്കൊടുക്കാനാണ് ജഗദ്ഗുരു സ്വാമിജി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരു വിദ്യാലയം, സ്വാമിജി വളരെ എത്രയോ കാഴ്ചപ്പാടോടുകൂടിയാണ് ഒരു വിദ്യാലയത്തിൽ കയറി സ്പർശിച്ചിരിക്കുന്നത്. കാരണം കുട്ടികളാണ്, അവരാണിത് മനസ്സിലാക്കേണ്ടത്, അടുത്ത തലമുറയാണിത് മനസ്സിലാക്കേണ്ടത്. വളർന്നു വന്ന് ഈ ഒരു പ്രായമെത്തിയിരിക്കുന്ന ആൾക്കാരുടെ അടുക്കലേക്ക് പറയുന്നതിനേക്കാൾ കൊച്ചു കുട്ടികളിലേക്ക് ഇത് പകർന്നു കൊടുക്കണം. ഏതായിരുന്നാലും വിദ്യാലയം എന്ന ആ ഒരു ഇടത്തിൽ നിന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ നോക്കിക്കാണാൻ ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു നേട്ടമാണ്. ഏതൊന്നറിഞ്ഞാലാണോ എല്ലാം അറിയാൻ കഴിയും, ഗീതയിലെ ഒരു പ്രധാനപ്പെട്ട വരിയാണ്. ഏതൊന്നറിഞ്ഞാലാണ് എല്ലാം അറിയാൻ കഴിയും. ആ ഏതൊന്നറിയാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയും ദാഹവും ജനങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. ബാഹ്യമായി കാണുന്ന ഈ വലിയ ആകർഷണങ്ങളിൽപ്പെട്ട് ഭ്രമിച്ച് അതിൽ രമിച്ച് അതാണ് സുഖം തരുന്നത് എന്ന് വിചാരിച്ചുള്ള മനുഷ്യൻ്റെ നെട്ടോട്ടത്തിൽ അതൊന്നും ഒരിക്കലും സുഖം തരുന്നതല്ല. ആ വിഷയസുഖം എന്ന് പറയുന്നത് പരിമിതമാണ്, പരിധിയുള്ളതാണ്, അത് ക്ഷണികമാണ്, താൽക്കാലികമാണ്, നൈമിഷികമാണ്. അതിനപ്പുറത്ത് എന്നും എന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന സുഖമുണ്ട്. ആ സുഖത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവുമുണ്ട്. Swami of Silence, you were known and you are known as Swami of Silence and Swami of Science. I feel a divine silence here. But the sound of running fans. ചേരേണ്ടതൊക്കെ ചേരും, അകലേണ്ടതൊക്കെ അകലും. കാരണം ഇതെല്ലാം ഒരു അണ്ടത്തിനുള്ളിലാണ് നടക്കുന്നത്. അണ്ടങ്ങൾ, ലൈക്ക് എൻ egg. In the egg, what is important? The content of the egg is important. മരണത്തോടെ നമ്മുടെ മഹാവിമോചനമാണ് സംഭവിക്കുന്നത്. ഈ വഴിക്കൊക്കെ ചിന്തിക്കുന്ന നമ്മളെല്ലാം സ്വാമി ഈശയിലേക്ക് എത്തും. സദസ്സിലുള്ള തെരഞ്ഞെടുപ്പ് സ്വാമിജിയുടെ ചിന്തകൾ, സ്വാമിജിയുടെ പ്രവർത്തനങ്ങൾ, അത് ബൗദ്ധിക തലത്തിലായാലും ആത്മീയ തലത്തിലായാലും മാനവികതയുടെ പരിവേഷങ്ങളെല്ലാം തന്നെ ഒരു ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നങ്ങളാലും കുറച്ചൊക്കെ മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കൂടി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നെ ഏറ്റവും സ്വാധീനിച്ച അദ്ദേഹത്തിൻ്റെ കൃതി, അതൊരു പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ഞാൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാകാം, ടോട്ടൽ കോൺഷ്യസ്നസ്, എഡ്യൂക്കേഷൻ ഫോർ ടോട്ടൽ കോൺഷ്യസ്നസ്, ആദരണീയനായ ശ്രീ KP മോഹൻ അതിനെപ്പറ്റി പരാമർശിച്ചു. വിദ്യാഭ്യാസത്തെ ഇന്നത്തെ രീതിയിലായിരുന്നില്ല അവർ കണ്ടിരുന്നത്, ഋഷിവര്യന്മാർ കണ്ടിരുന്നത്. സാ വിദ്യ യാ വിമുക്തയെ, അതെല്ലാം പോയി. സാ വിദ്യ യാ വിമുക്തയെ എന്ന് പറഞ്ഞാൽ എന്താണോ അജ്ഞതയിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന്, വെറുപ്പിൽ നിന്ന്, വിദ്വേഷത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുന്നത്, അതാണ് വിദ്യ. ജന്തർ, ഗാന്ധിജിക്ക് ജന്തർ എന്ന് ഹിന്ദിയിലും അറിയപ്പെടുന്ന ഈ തരത്തിലുള്ള ഉദാത്തമായ ചിന്ത നമുക്ക് സ്വാമിജിയിൽ കൂടെ കടന്നു പോകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ കൂടി കടന്നു പോകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, അദ്ദേഹത്തെ ആത്യന്തികമായി വിലയിരുത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചില കാര്യങ്ങളാണ്. പ്രൊഫസർ ജോർജ് വർഗീസ് അവരെ ക്ഷണിക്കുന്നു. സ്വാമിജി പറയുന്നുണ്ടല്ലോ, ഇപ്പോഴും പ്രാണൻ ഉണ്ടെങ്കിലും പ്രാണൻ എന്തെന്ന് നമ്മൾ അറിയുന്നില്ല. കുങ്കുമത്തിൻ്റെ ഗന്ധം അറിയാതെ കുങ്കുമം പേര് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്ന് പറഞ്ഞതുപോലെ
പ്രാണൻ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ പ്രാണൻ എന്താണെന്ന് ആരും അറിയുന്നില്ല. ഈ പ്രാണനായ ഈശ്വരൻ എന്താണെന്ന് സ്വാമിജി പറഞ്ഞു തരികയാണ്. ഈ ഈശ്വരനിൽ നിന്നും ഉദ്ഗമിക്കുന്നതായിട്ടുള്ള ചൈതന്യം, ഈ ചൈതന്യത്തിൽ നിന്നും സമസ്തവും സൃഷ്ടിക്കപ്പെടുന്നു. ഈ ചൈതന്യത്തെ സ്വാമിജി ക്വാണ്ടം എന്ന് വിളിക്കുന്നു. അത് പ്രകാശത്തിൻ്റെ ക്വാണ്ടമാകാം, പദാർത്ഥത്തിനുമുണ്ട് ക്വാണ്ടം. ആ ഊർജത്തെ പൊതിഞ്ഞിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയ്ക്കാണ് ക്വാണ്ടം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ വലിയ വിശാലമായിട്ടുള്ള ഒരു സങ്കല്പത്തെ മനുഷ്യനെ, ആധുനിക വിദ്യാർത്ഥിക്ക് ആധുനിക ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ പറഞ്ഞു തരുവാനായിട്ട് സ്വാമിജിക്ക് കഴിയുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ സ്വാമിജിയുടെ അടുത്ത് വരുന്നതും നിങ്ങൾ വന്നില്ലെങ്കിലും ഞാൻ വരുന്നതും. ശാസ്ത്രവും ആധ്യാത്മികതയും പരസ്പര വിരുദ്ധമായ രണ്ട് പാതകളിൽ കൂടി സഞ്ചരിക്കുന്ന ജ്ഞാനമാർഗമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരുന്നവരെ തിരുത്തി എന്നതാണ് സ്വാമി ഈശായുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാന ദൗത്യമായി ഞാൻ കരുതുന്നത്. അത് അഭിന്നമാണെന്നും ആ രണ്ട് വിജ്ഞാന ശാഖകളും അനന്തതയിൽ ഒന്നിക്കുന്നു എന്നതും അദ്ദേഹം സ്വന്തം വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും അദ്ദേഹം പ്രാവർത്തികമാക്കി കാണിച്ചു തന്നു. അങ്ങനെയുള്ള ആ പണ്ഡിതന്, ജ്ഞാനിക്ക്, ആ ജ്ഞാനിയുമായിട്ടുള്ള ബന്ധങ്ങൾ പവിത്രമായി തന്നെ ഞാൻ കരുതുന്നു. വരും നാളുകളിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാനായി കാതോർത്തിരിക്കുന്നു. ഞാനിന്ന് ആശംസകളായി സംസാരിക്കാൻ എന്നതിനെ പറ്റിയൊന്നും ഞാൻ ആലോചിച്ചതേയില്ല. മീര ആവശ്യപ്പെട്ടപ്പോൾ ഞാനിവിടെ എത്തിയത് പ്രധാനമായി സ്വാമി പറയുന്നത് കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു വാക്ക് ഞാൻ മീരയെ പറ്റി കൂടി പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. ഞാൻ ഒരു ഭക്ത മീരയെ പറ്റി പണ്ടേ കേട്ടിട്ടുണ്ട്. ഞാൻ ആ മീരയുടെ ക്ഷേത്രത്തിലും പോയിട്ടുണ്ട്. ഉദയപൂരിലാണ് ഭക്ത മീരയുടെ ആസ്ഥാനം. ഇവിടെ തിരുവനന്തപുരത്ത് വേറൊരു ഭക്ത മീരയെ, ശുഭ്രവസ്ത്രധാരിണിയായ മീരയെ കണ്ടു. അത് തീർച്ചയായിട്ടും അത് മീരയുടെ പ്രത്യേകതയായിട്ട് ഞാൻ തോന്നുന്നില്ല. ഗുരുവിൻ്റെ ഒരു ആ ഗുരുവിൻ്റെ എന്താണ് ആശംസകൾ അല്ലെങ്കിൽ ജ്ഞാനാമൃതത്തെ ഏറ്റുവാങ്ങിയ ഒരാളായി മാത്രമേ കാണുന്നുള്ളൂ. സ്വാമിജി എന്നെ ഇവിടെ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിന് നിയോഗിച്ചിരുന്നു. അന്നാണ് ഞാൻ സ്വാമിജിയെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ എന്നെ ഇത്രയും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ക്ലാസ് സഹിച്ചിരുന്ന് മുഴുവൻ കേട്ടിട്ടേ സ്വാമിജി പോകുമായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്നും നോക്കിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ വരുമ്പോൾ അവിടുന്ന് എന്തോന്നോ ഇങ്ങോട്ട് വരുന്നതായിട്ടും അത് ഞാൻ ഇങ്ങോട്ട് വിടുന്നതായിട്ടുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. human sensation and human emotion and related to courage, everything. I am telling you this happened. എന്തുകൊണ്ട്? അതാണ് ലോകത്തിൽ ലൗകികത്തോടുള്ള നമ്മുടെ അറ്റാച്ച്മെൻറ്റും ആ ഇല്ലാത്ത ഡിറ്റാച്ച്മെൻറ്റും. അങ്ങനെ ഡിറ്റാച്ച്മെൻ്റ് ഉള്ള അവരാണ് ഈ പദവിയിൽ ഇരുന്ന് നമ്മളെല്ലാം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചരണം സ്പർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, നല്ലത് കേൾക്കാൻ നമ്മുടെ ചെവി തുറക്കണം. കാരണം ഈ ചെവിക്കകത്ത് ഈ വലിയ ആകാശമുണ്ട്. കാരണം ശബ്ദത്തിൻ്റെ ഗുണം, ശബ്ദം എന്ന് പറയുന്നത് ആകാശത്തിൻ്റെ ഗുണമാണ്. അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ അകത്ത് ഈ മഹാകാശം മുഴുക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഒന്നറിയണം, ഈ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ശബ്ദത്തിലൂടെ നമ്മളെ ഈ മഹാകാശത്തിലേക്ക് എടുത്തുകൊണ്ടുപോകേണ്ട, കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അത് സുഖമായി മാറണമെങ്കിൽ ആ ശബ്ദമാകുന്ന വാഹനം, ആ ഫ്രീക്വൻസി ഹിത ഫ്രീക്വൻസിയായി മാറണം, സുഖ ഫ്രീക്വൻസിയായി മാറണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജേണി സുഖമായി മാറൂ. അപ്പൊ ശബ്ദം, നല്ല ശബ്ദം കേൾക്കണം. When you want to feel, when you want to be happy, first you want to listen positive things, good sound, because sound
is the quality of space. Space everywhere, the sound taking each and every individual into the infinity or the space plane, because the limited human being become unlimited space. You have such mighty power. We want to utilize that for betterment of self and the universe. Means self-happiness and universal happiness. Before living this life, how you can able to smile and this brightness come out? The simple factor. When you are smiling, automatically your all the other thoughts are arrested. സ്വാമി പറഞ്ഞ സ്മൈൽ നിങ്ങളുടെ സഹജമായ അനുഭവ തലമാണ്. മറ്റുള്ളവർക്ക് മോക്ക് ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് ചിരിക്കാനല്ല പറഞ്ഞത്. പക്ഷേ യു മസ്റ്റ് മെയിൻറ്റെയിൻ യുവർ ഹാപ്പിനെസ് ഓൾവേസ്. എൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഗണമായതുകൊണ്ട് ഞാൻ പ്രത്യേകം അവരെ നന്ദി രേഖപ്പെടുത്തുന്നില്ല. കാരണം ഞാൻ ടീച്ചേഴ്സ് ഒരുപോലെയാണ്, എൻ്റെ കൊളീഗ്സുകളാണ്. അതുകൊണ്ട് എന്നിരുന്നാലും പോലും ഔപചാരികതയ്ക്ക് വേണ്ടി ഞാൻ അവരോട് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. കാരണം അവർ വളരെ ദിവസങ്ങളായി ഓരോന്നിങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ യാതൊരു പാളിച്ചകളും ഉണ്ടാവരുത്, കുട്ടികൾ എങ്ങനെയൊക്കെ ഓരോ രംഗങ്ങളിലേക്ക് കൊണ്ടുവരണം, ഏതൊക്കെ ഡ്രസ്സുകളാണ് വേണ്ടത്, എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് അവർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി അതിനുവേണ്ട നല്ല നിർദ്ദേശങ്ങൾ കൊടുത്തും അവരോടൊപ്പം ജീവിച്ച കുറേ അധ്യാപികമാരുണ്ട് ഇവിടെ. അവരെ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇതെല്ലാം ചെയ്യാനായിട്ട് കുട്ടികളെ വിട്ടു തന്ന അഥവാ കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ രക്ഷിതാക്കളുണ്ട്. രക്ഷിതാക്കളോടും എനിക്ക് വളരെയധികം കടപ്പാടുണ്ട്, അവരോടും നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ഈശാലയവുമായി ബന്ധപ്പെട്ട് ഈശ വിശ്വവിദ്യാലയവുമായി ബന്ധപ്പെട്ട് വളരെയധികം കണക്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും സ്വാമിയിൽ നിന്ന് വരുന്ന മുത്തുമണികളെല്ലാം പെറുക്കിയെടുത്തൊരു മാലരൂപത്തിലുണ്ടാക്കി കവിതാരൂപത്തിലും എപ്പോഴും സ്വാമിയുടെ ഒപ്പം നിൽക്കുന്ന ചന്ദ്രിക മേഡം, അതുപോലെ സുജാക്ഷി മേഡം, ഇവരോടും അപ്പോൾ വളരെയധികം കടപ്പാടുണ്ട്. അവരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ കൂടാതെ മറ്റു അന്തേവാസികൾ എപ്പോഴും ആശ്രമത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് എല്ലാറ്റിലും മുന്നിട്ട് നിൽക്കുക. ഈ പ്രവർത്തനം മുഴുവൻ നന്നാക്കിയെടുക്കാൻ വളരെയധികം ശ്രമിച്ച് സജീവമായ രംഗത്തുണ്ടായിരുന്നതായ ജയന്തൻ, ഷാജി മുതലായ കുറേ വിട്ടുപോയിട്ടുള്ള കുറേ ആൾക്കാരും കൂടിയുണ്ട്. അവരെല്ലാവരെയും ഞാൻ ഒന്നിച്ച് ഇവരോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂട്ടത്തിൽ വിദേശത്തു നിന്ന് വളരെയധികം സ്വാമിയുടെ ഭക്തർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവർ സ്വാമിയുടെ എല്ലാ ഫിലോസഫിയും അത് ഇപ്പം മറ്റുള്ള രാജ്യങ്ങളിൽ പോയി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് അവർ. എല്ലാ ചിന്തകളും എങ്ങനെ പ്രാവർത്തികമാക്കാം, അങ്ങനെ അവിടെ നിന്ന് ഓരോ പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ഇവിടെ വന്നു ചേർന്ന് എല്ലാറ്റിലും പങ്കെടുത്ത് എല്ലാ തിയറികളിലും സ്വാമി ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്വാമി പറയുന്ന കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വയ്ക്കുകയും ചിട്ടപ്പെടുത്തുകയും അത് സമൂഹത്തിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്ന കുറേ ഫോറിനേഴ്സുകളുമുണ്ട്. heartfully I welcome you. I give a vote of my gratitude, heartfelt gratitude to you all. I am very much thankful for your cooperation for this. And lastly, I thanks all everybody. Though ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും പലരും, എന്നാൽ അത് മാപ്പായി കണക്കാക്കണം. അറിഞ്ഞുകൊണ്ട് വിട്ടുപോകുന്നതല്ല, അറിയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരേക്ക് എല്ലാവർക്കും, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന സദസ്സിലെത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കൾക്കും, ഈ സ്വാമി ശിഷ്യന്മാർക്കും സ്വാമി ഭക്തർക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്തേ ഓൾ. We met Swamiji in Germany the first day when we saw each other, and so the energy was rising in the room. I could directly feel that I have to see Swamiji again. It took 2 years, and then the first time, and when we came here, we knew, okay, we found a second home in the ashram and also with Miraji. So thank you at first to both Swamiji and Miraji. Thank you. So this is a poem for Swamiji that gives the path of a man who is searching
for the Master's mind and wisdom. A man sets out on a journey seeking meaning deep within. First sound, energy rising, a truth begins to spin. He sees in Swami Isha the path, a light so pure and bright, to guide him toward ultimate truth, beyond the darkest night. But is he ready, truly prepared to walk the path so steep? To treat with grace, let go fear, and face deep promise keep. This path requires courage, heart, and strength to journey through. Is he prepared in mind and soul to follow total truth? The greatest gift a soul can find is freedom from the cage of thoughts, emotions, ego's grip, and ignorance's stage. From this prison spring fear and rage, pride's hollow, fleeting sway, the endless chase of worldly things that only fade away. The greatest gift a soul can find is freedom from his mind, from ego's grip, from fleeting wants, from fears that blind and bind. Peace and balance in every cell, each molecule, each smallest part. His Holiness gifted us life for total consciousness, a path to start. With gentle steps, each soul can feel the stillness deep inside and hold this calm, this lasting peace as life's true guiding tide. Peace and balance for mother and father, ancestors past, released from chains of bitterness, free to love at last. Forgiveness breaks the bound of old, soft as all we bear. In peace and balance, life is calm, love fills the open air. Peace within nature, with ground, sky, stars above, spreading faster than the speed of light, a boundless, endless love. After years of seva sadhana, joy unfolds, a love so deep and true. No thoughts, no hopes, no restless needs, just stillness breaking through. This flow of life, both near and far, a symphony we find, in balance, peace and harmony. We are on with everything. We are one with everything. Total love, total peace, total light. This is the gift of Swami's sight. Father, mother, teacher, friend, a guiding truth that knows not end. The Master of Masters, his wisdom shared, a gift, a privilege, none compared. The man bows low, his heart alight. Total teachings that bring insight. ETC as a saving light to keep humanity from darkened night. Total consciousness as our guide to build a world where peace abides. What is life? Why am I here? What comes next when I disappear? No question left without reply. His answers lift, his truths apply. He loves each question students bring, for in each thought electromagnetism take wing. And as we walk his path aligned, a lightful, kinder world we find. Dear Swamiji, it is a great privilege to be guided by His Holiness, and I hope that we can be the change we want to see in the world. Thank you for everything.
വന്നു തുള്ളിയിരിക്കും തുള്ളലു കാട്ടും സത്യലോകം. തുള്ളലു വന്നു തുള്ളിയിരിക്കും തുള്ളലു കാട്ടും സത്യലോകം. അമ്പയമ്പയമ്പ മണിദീപവാസിനി അമ്പ അമ്പയമ്പയമ്പ മണിദീപവാസിനി അമ്പയമ്പയമ്പ മണിദീപവാസിനി അമ്പ അമ്പയമ്പയമ്പ മണിദീപവാസിനി. തുള്ളി തുള്ളി തളരും നേരം തുള്ളാതൊന്നും സുഖമായി വാഴാം. തുള്ളി തുള്ളി തളരും നേരം തുള്ളാതൊന്നും സുഖമായി വാഴാം. ഉള്ളിൽ തുള്ളും ശക്തി തുള്ളൽ